Hello everyone, I'm Shadil VP. So I'm introducing you. Shadil VP presents the maths I do through Maths Zero. സോ മാത്സിലോയുടെ ഫസ്റ്റത്തെ ക്ലാസ്സാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണുള്ളൂ. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാണ്. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു 3 വർഷമായിട്ട് ഡ്രീം ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇപ്പോഴാണ് ഇതിൻ്റെ എല്ലാം ഔട്ട് നമുക്ക് ഇറക്കാൻ പറ്റിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൊരു പേജ്, അതേപോലെ തന്നെ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ത്രൂ റീൽസിലൂടെ നമുക്ക് മാത്സിൻ്റെ സിമ്പിൾ ട്രിക്സ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് മാത്സിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ചെറിയ ചെറിയ കാൽക്കുലേഷൻ്റെ സമയത്തുള്ള പിഴവുകളൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ 1 മിനിറ്റിൽ തികയാത്ത വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യും. അതേപോലെ തന്നെ യൂട്യൂബുകളിലൂടെ 8, 9, 10 +1, +2 ക്ലാസ്സുകളുള്ള കുട്ടികൾക്ക് അവരുടെ മാത്സിൻ്റെ ചാപ്റ്റർ കണ്ടൻറ്റ് മാത്രമുള്ള വീഡിയോസായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുന്ന വീഡിയോസായിട്ടൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണത് മിക്ക യൂട്യൂബ് ക്ലാസ്സുകളിലും കണ്ടിട്ടുള്ളത് മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും ഒറ്റ ക്ലാസ് എന്നുള്ള രീതിയിലാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ മലയാളം മീഡിയത്തിൻ്റെ കൊണ്ടുപോകുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചാപ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് മീഡിയത്തിന് സെപ്പറേറ്റ് ആൻഡ് മലയാളം മീഡിയത്തിന് സെപ്പറേറ്റ് ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. സോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ മാജിക്കൽ 5 എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ടോപ്പിക്കാണ്. 5 വെച്ച് നിങ്ങൾ പല കണക്കുകളും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, മനക്കണക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രിക്സ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് 5 വെച്ചുള്ള ഡിവിഷനാണ്. ഏതൊരു നമ്പറിനെയും 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാൽക്കുലേഷൻ സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട്, മനക്കണക്ക് പെട്ടെന്ന് ചെയ്ത് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ദ ക്വസ്റ്റ്യൻ ഈസ് 80 ഡിവൈഡഡ് ബൈ 5 ആണ്. എത്ര ആളുകൾക്ക് എത്ര സെക്കൻഡ് കൊണ്ട് ഉത്തരം കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം കിട്ടാൻ നിങ്ങൾക്ക് എത്ര സമയം എടുത്തുക്കണോ അതിൻ്റെ പകുതിയായിട്ട് ആ സമയത്തിനെ കുറക്കണം. പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിലുള്ള ചെറിയ ട്രിക്കാണ്, ശ്രദ്ധിക്കുക. ഈ 80ൻ്റെ ഡബിൾ എടുക്കുക. ഏത് നമ്പറിനെയാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിൻ്റെ ഡബിൾ എടുക്കുക. 80ൻ്റെ ഡബിൾ അഥവാ 80ൻ്റെ ഇരട്ടി 160. 80 80 കൂട്ടിക്കഴിഞ്ഞാൽ 160. ഇതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് സിമ്പിളാണ്. ഈ നമ്പറിൻ്റെ അവസാനത്തൊരക്കം മാറി ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്താൽ മതി. ദ ആൻസർ ഈസ് 16.0. അങ്ങനെയൊന്നും പഠിക്കണമെന്നില്ല. ഈ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ 5ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഡബിൾ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും അവസാനത്തെ നമ്പർ 0 ആയിരിക്കും. ആ 0യെ കട്ട് ചെയ്താൽ മതി. സോ ദ ആൻസർ ഈസ് 16. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ് 95 ഡിവൈഡഡ് ബൈ 5. പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പരിപാടി 95ൻ്റെ ഡബിൾ കാണാം. 95ൻ്റെ ഡബിൾ 190. ഇതിൽ നിന്ന് ലാസ്റ്റുള്ള 0 കട്ട് ചെയ്യാം. ദ ആൻസർ ഈസ് 19. പിന്നെ 5ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്ത നമ്പേഴ്സ് ഉണ്ട്. സോ 58. ഇതിനെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. പെട്ടെന്ന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 58ൻ്റെ ഡബിൾ 58ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 50ൻ്റെ ഇരട്ടി 100, 8ൻ്റെ ഇരട്ടി 16. സോ ദ ആൻസർ ഈസ് 116. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? 0 ഉണ്ടെങ്കിൽ വെട്ടിക്കളയാന്ന്. പക്ഷേ ഇവിടെ 0 അല്ല. നമ്മളപ്പോൾ ഫസ്റ്റ് പറഞ്ഞതാണ് ഏറ്റവും അവസാനത്തെ ഒരു നമ്പർ മാറി ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്താൽ മതി. സോ ദ ആൻസർ ഈസ് 11.6. അപ്പോൾ നിങ്ങൾ ഹോംവർക്കായിട്ട് 2 പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. സോ ക്വസ്റ്റ്യൻസ് ഇത് പറ്റുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. സോ ക്വസ്റ്റ്യൻ ഇതാണ് 155 ഡിവൈഡഡ് ബൈ 5. ഇത് ചെയ്ത് നോക്കുക. സോ മൾട്ടിപ്ലിക്കേഷൻ ബൈ 5ലേക്ക് പോവാണ്. മൾട്ടിപ്ലിക്കേഷൻ ബൈ 5 പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇതേ നമ്പർ വെച്ച് തന്നെ പറഞ്ഞുതരാം. ഇതേ നമ്പർ വെച്ച് 80 ഡിവൈഡഡ് ബൈ 5 അല്ല, ഇൻറ്റു 5 ആണെങ്കിൽ നമ്മൾ ഡിവൈഡഡ് ബൈ 5ൻ്റെ സമയത്ത് ചെയ്തത് ഡബിൾ കണ്ടിട്ട് 0 വിട്ടലായിരുന്നു. ഇവിടെ നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യും. ഡബിൾ ഇരട്ടി കാണുന്നതിന് പകരം പകുതി കാണും, ഹാഫ് കാണും. ഈ 80ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 40. ഇനി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു സ്ഥാനം മാറ്റി കുത്തുക, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അവസാനത്തെ 0 വെട്ടുക എന്നുള്ളതായിരുന്നു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ 0 നമ്മൾ ഇട്ട് കൊടുക്കണം അവിടെ. സോ ദ ആൻസർ ഈസ് 400. ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞുതരാം. നമ്മൾ 95നെ 5 കൊണ്ട് നേരത്തെ ഡിവൈഡ് ചെയ്തു. ഇവിടെ ഇൻറ്റു 5 ചെയ്യുന്ന സമയത്ത് പറഞ്ഞ കാര്യം 95ൻ്റെ പകുതി
95-ന്റെ പകുതി കാണണമെന്നുണ്ടെങ്കിൽ 90-ന്റെ പകുതി 45-ഉം 5-ന്റെ പകുതി 2.5-യും കൂട്ടിക്കഴിഞ്ഞാൽ 47.5. പക്ഷേ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, ഇവിടെ 0 ഇട്ട് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ 0 ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പോയിന്റ് ഉണ്ട്. അഥവാ 0 ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് സ്ഥാനം മാറി പ്ലോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ പോയിന്റിന് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. സോ ദ ആൻസർ ഈസ് 475. എന്തായാലും 95-ന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ വലിയൊരു നമ്പറേ വരുള്ളൂ. ഇവിടെയുള്ള 47.5-ൽ 0 ഇട്ട് കൊടുക്കാം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഒരു പോയിന്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ പോയിന്റ് മാറ്റിയാൽ മതി. അത് 0 ഇട്ട് കൊടുക്കണമെങ്കിൽ തുല്യമാണല്ലോ, അത് ഇൻറ്റു 10 ചെയ്യാം. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി വേറെ ക്വസ്റ്റിനും കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. സോ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ 54 × 5 ചെയ്യുന്ന സമയത്ത് 54-ന്റെ പകുതി 27. ഒരു 0 ഇട്ട് കൊടുക്കുക. പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി, പോയിന്റ് ഇല്ലെങ്കിൽ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. സോ ഇങ്ങനെയാണ് ഡിവിഷൻ ബൈ 5-ഉം മൾട്ടിപ്ലിക്കേഷൻ ബൈ 5-ഉം വരുന്നത്. നെക്സ്റ്റ് സ്ക്വയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. 3 കാര്യങ്ങളെ നമ്മളിതിൽ പറയണുള്ളൂ. സ്ക്വയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് 5-ന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 25. ഇനി ഇതറിയണം, ഇതറിഞ്ഞാൽ ബാക്കി എല്ലാം കാണാം. സിമ്പിളാണ്, ശ്രദ്ധിച്ചിരുന്നോളൂ. 5-ന്റെ സ്ക്വയർ 25 ആണെങ്കിൽ ഇവിടെ 15, 5 കൊണ്ട് അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ കാണാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇവിടെയുള്ള 5-ന്റെ സ്ക്വയർ നമുക്കറിയാം 25 ആൻഡ് ഇവിടെ 25. ഇനി ഇവിടെ വരുന്ന വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 5-ന്റെ ഒപ്പമുള്ള ആൾ 1ആണ്. 1 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാ? 2 അല്ലേ? അപ്പോൾ ഈ 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പമുള്ള ആൾ 1ആണ്. 1 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 2. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 × 2 2. സോ ദ ആൻസർ ഈസ് 225. എന്താ ചെയ്യേണ്ടത്? ഇവിടെ 5-ന്റെ ഒപ്പം ആരാണോ അതിൻ്റെ അപ്പുറത്തെ നമ്പർ എടുക്കുക 2. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇവിടെ 25-ന്റെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 5-ന്റെ സ്ക്വയർ നമുക്കറിയാം 25. 5-ന്റെ ഒപ്പമുള്ള ആൾ 2 ആണ്. 2 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 3 ആണ്. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 3 6 വരും. 5-ന്റെ സ്ക്വയർ 25. 5-ന്റെ ഒപ്പമുള്ള ആൾ 2. 2 കഴിഞ്ഞാൽ സാധാരണ 2 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാ? 3 അല്ലേ? 2 3 തമ്മിൽ ഗുണിച്ചാൽ 6. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞുതരാം. ബാക്കി 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. 35-ന്റെ സ്ക്വയർ കാണണമെന്നുണ്ടെങ്കിൽ 5-ന്റെ സ്ക്വയർ 25. 5-ന്റെ ഒപ്പമുള്ള ആൾ 3 ആണ്. 3 കഴിഞ്ഞാൽ അടുത്ത ആൾ 4. 3-ന്റെ അപ്പുറത്തുള്ള ആൾ 3 കഴിഞ്ഞാൽ സാധാരണ 4 അല്ലേ? 3 4 തമ്മിൽ ഗുണിച്ചാൽ 12. സോ ദ ആൻസർ ഈസ് 1225. 45-ന്റെ സ്ക്വയർ ഒരു പ്രത്യേകത ഉണ്ട്. ഈ വർഷമാണ് 45-ന്റെ സ്ക്വയർ 2025. അത് മനപ്പാടാക്കി വെച്ചാൽ മതി. സിമ്പിളാ. 5-ന്റെ സ്ക്വയർ 25. 4 കഴിഞ്ഞ അടുത്ത നമ്പർ 5 അല്ലേ? 4 കഴിഞ്ഞാൽ സാധാരണ അടുത്ത നമ്പർ 5 ആണല്ലോ. 4 5 തമ്മിൽ ഗുണിച്ചാൽ 20. ഇതാണ് ഇവിടെ വരിക. 55-ന്റെ സ്ക്വയർ സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. സോ ഇത്രയാണ് ഫസ്റ്റത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ട്രിക്കുകൾ, വളരെ ബേസിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും ഹരിക്കാനും സ്ക്വയർ കാണുന്ന സമയത്തും എല്ലാ സമയത്തുമുള്ള നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ചെറിയ ചെറിയ ട്രിക്കുകളിലൂടെ നിങ്ങളിലേക്ക് അത് മാറ്റി തരാനുള്ള വീഡിയോസ് ഇറക്കും. അപ്പോൾ എല്ലാവരും കാണുക. ഏതായാലും താങ്ക് യു.